വാപ്പ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മകൻ മരണപ്പെടും. ഈ മകന് ചെറിയ കുട്ടികളാണ് ഉണ്ടാവുക. ആ കുട്ടികളെ ഈ വാപ്പയായിരിക്കും നോക്കിയിരുന്നത്. അതായത് ഇയാളുടെ ഉപ്പയായിരിക്കും, വല്ലിപ്പയായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വാപ്പയും മരണപ്പെട്ടു, ഈ കുട്ടികളെ വല്ലിപ്പയും മരണപ്പെട്ടു. അപ്പൊ ഈ കുട്ടികൾ വളരെ പ്രയാസത്തിലായിരിക്കും ഉണ്ടാവുക. പിന്നീട് അപ്പൊ അനാഥ കുട്ടികളായിരിക്കും. അപ്പോൾ അവർക്ക് ഈ വല്ലിപ്പയുടെ അനന്തരാവകാശത്തിന് എന്തെങ്കിലും കൊടുക്കാനുള്ള എന്തെങ്കിലും ഇതിലുണ്ടോ? ഇത് വളരെ സാമൂഹ്യ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഉദാഹരണം പറയാം, ഞാനിപ്പോൾ മരിച്ചാൽ എൻ്റെ അപ്പ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ മരിച്ചു, എനിക്ക് 4 മക്കളുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ എൻ്റെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ ഉപ്പാൻ്റെ ഈ കാലശേഷം എൻ്റെ വാപ്പാൻ്റെ സ്വത്തിൽ നിന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഞാൻ ജീവിച്ചിരിപ്പില്ല, എൻ്റെ അനുജന്മാരും അനുജത്തികളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, അവർക്കേ കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ മക്കൾക്കത് കിട്ടുമെന്നാണ് ചോദ്യം. എൻ്റെ മക്കൾക്ക് കിട്ടൂല. എൻ്റെ മക്കൾ അനന്തരാവകാശികളല്ല. അത് ഓരോടുള്ള വെറുപ്പുകൊണ്ടോ ഓരോട് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ അല്ല. അടുത്ത ബന്ധുക്കൾ ഉണ്ടാകുമ്പോൾ അകന്ന ബന്ധുക്കൾക്ക് അവകാശമില്ല എന്നതാണ് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമത്തിൻ്റെ കാതലായ ഒരു പോയിന്റ്, അടിസ്ഥാന തത്വം. എങ്ങനെ? അടുത്ത ബന്ധുക്കൾ ഉണ്ടാകുമ്പോൾ അകന്ന ബന്ധുക്കൾക്ക് അവകാശമില്ല. ഉദാഹരണം പറയാം, ഞാനും നിങ്ങളും ജ്യേഷ്ഠനും ഞാൻ വിചാരിക്കാം, നിങ്ങൾക്ക് 2 മക്കളുണ്ട്, എനിക്കും 2 മക്കളുണ്ട്. ഞാൻ മരിച്ചുപോയി, എൻ്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ വാപ്പാൻ്റെ കാലശേഷം എൻ്റെ മക്കൾക്ക് സ്വത്തിൽ അർഹത ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ കൊണ്ടാണല്ലോ. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ മക്കൾക്ക് കിട്ടാതാകാൻ പാടില്ലല്ലോ. ചിലപ്പോൾ നിങ്ങളായിരിക്കും കൂടുതൽ കഷ്ടപ്പെട്ട ആൾ, അങ്ങനെ ഉണ്ടാവാമല്ലോ. ഞാൻ അൽഹംദുലില്ലാഹ് നല്ല അവസ്ഥയിലാണെങ്കിൽ എൻ്റെ സ്വത്ത് എൻ്റെ മക്കൾക്ക് അധികവും കിട്ടുക. അപ്പം അതുകൊണ്ട് ഇവിടെയാണ് വസിയത്തിൻ്റെ പ്രസക്തി. ഇങ്ങനെയുള്ള വല്യുപ്പാരെന്ത് ചെയ്യണമെന്നറിയോ? ഇങ്ങനെയുള്ള വല്യുപ്പാർ ഈ അനാഥ മക്കളുടെ കാര്യത്തിൽ വസിയത്ത് ചെയ്യണം. ഓൾക്കൊന്നും കിട്ടൂല എന്ന് ഉറപ്പാണ്, അനന്തരാവകാശം കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ അനന്തരാവകാശമായി ബന്ധപ്പെട്ട് കാര്യം വിധി പറയുന്നതിന് മുമ്പ് അനാഥകളുടെ കാര്യമാണ് പറഞ്ഞത്. വൈദാ ഹദറൽ ഖിസ്മത ഉലുൽ ഖുർബാ വൽ യതാമ. അനാഥകളെ അപ്പം മനസ്സിൽ ഓർക്കാൻ വേണ്ടിയിട്ട് അനന്തരാവകാശ നിയമം പറയുന്നതിൻ്റെ മുമ്പ് അനാഥ മക്കളുടെ കാര്യം പറഞ്ഞു. അതെന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പിതാക്കൾ, ഇങ്ങനെയുള്ള വല്യുപ്പമാർ ഈ അനാഥ മക്കൾ, പേരക്കുട്ടികളായ അവരെ മറന്നു പോകരുത്. വല്യുപ്പാർ പ്രത്യേകിച്ച് സ്വത്തൊക്കെ ഉള്ളവരും ആ മക്കൾ പ്രയാസപ്പെടുന്നവരുമാണെങ്കിൽ ഒന്നുകിൽ വല്യുപ്പ ഈ മക്കൾക്ക് ജീവിതകാലത്ത് ഓൾറെഡി കൊടുക്കണം. അങ്ങനെ ചെയ്യാറുണ്ട്, പല വീടുണ്ടായി കൊടുക്കും, പഠിപ്പിക്കും, ഇതൊക്കെ വല്യുപ്പാർ ചെയ്യും. എന്നാലും കൂടുതൽ കൊടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വസിയത്ത് കൂടി